നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഒല്ലൂരിൽ കമ്പനിപ്പടി മുതൽ ESI വരെ റോഡരികിൽ കാട് വളർന്നു നിൽക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി പരാതി. കാട് വെട്ടിമാറ്റി യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട തൃശൂർ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. ഒല്ലൂർ കമ്പനിപ്പടി മുതൽ ESI വരെ ഏകദേശം 300 മീറ്റർ നീളത്തിൽ റോഡരികിൽ കാട് വളർന്നു നിൽക്കുന്നതാണ് പരാതിക്ക് കാരണം. 10 മീറ്ററോളം വീതിയിൽ കാട് മൂടിയതോടെ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും സമീപവാസികൾക്കും ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതിയിൽ പറയുന്നു. കാട് വളർന്നതോടെ പാമ്പുകളും മറ്റ് ഇഴജന്തുക്കളും ഇവിടെ താവളമാക്കുന്ന സാഹചര്യമുണ്ടായെന്നും സമീപ പ്രദേശങ്ങളിൽ പാമ്പുശല്യം വർദ്ധിച്ചതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കമ്പനിപ്പടി മുതൽ ESI വരെയുള്ള ഭാഗത്തെ കാട് അടിയന്തരമായി വെട്ടിമാറ്റി ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സുരേഷ് ചെമ്മനാടൻ തൃശൂർ ജില്ലാ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയത്. RSS നേതാവ് TG മോഹൻദാസ് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമെതിരായി നടത്തിയ അപമാനകരമായ പ്രസംഗത്തിനെതിരായും അയോധ്യയിലെ സംഘപരിവാർ നേതൃത്വത്തിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയും CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CM ബബീഷ്, KT അപ്പച്ചൻ, അൻവർ സാദിഖ്, അമ്പിളി സോമൻ, സ്വപ്ന സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അതുമാത്രമല്ല, RSS എന്ന് പറയുന്ന സംഘടനയുടെ RSS എന്ന് പറയുന്ന മതതീവ്രവാദ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇയാളുടെ നാവിലൂടെ പുറത്തു വന്നത് എന്ന്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധന. വ്യാഴാഴ്ച മാത്രം പവന് 2120 രൂപ ഉയർന്നു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,09,800 രൂപയായി. സ്വർണ്ണവിലയിൽ തുടർച്ചയായ മുന്നേറ്റം തുടരുന്നു. ഗ്രാമിന് 265 രൂപ വർദ്ധിച്ച് 13,725 രൂപയിലെത്തി. ഇതോടെ 8 ഗ്രാം വരുന്ന ഒരു പവൻ സ്വർണത്തിന്റെ വില 1,09,800 രൂപയായി രേഖപ്പെടുത്തി. ആഭരണ വിലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലാണ് സ്വർണ്ണവിലയിലെ കുതിപ്പ്. അന്താരാഷ്ട്ര വിപണിയിലെ വില വ്യതിയാനങ്ങളും ഡോളറിന്റെ മൂല്യത്തിലെ മാറ്റങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. വടക്കൻ കേരളത്തിൽ ഓഗസ്റ്റ് 7-ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് കോട്ടയം താലൂക്കിലെയും പത്തനംതിട്ടയിലെ തിരുവല്ല താലൂക്കിലെയും ആലപ്പുഴയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വയനാട്, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. അതേസമയം മഴയ്ക്കൊപ്പം തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ചെട്ടി വരെയും വ്യാഴാഴ്ച രാത്രി 11:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ മേഖലയിൽ 1.1 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,725 രൂപയും പവന് 1,09,800 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.